ഇയാൾ എന്താ കോപ്രാറ്റി കാണിക്കാണോ, വേറെ പണിയില്ലേ എന്നൊക്കെ തുടങ്ങി ഒരുപാട്. പക്ഷെ ഒരു ചെറുപുഞ്ചിരിയോടെ വീണ്ടും ആരെടുത്തും ഒരു റിയാക്ഷനും ഇല്ലാതെ വീണ്ടും വീണ്ടും ദാസേട്ടൻ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു. ശരിക്കും ആ ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വിവാദങ്ങളും നെഗറ്റീവ്സും, ഇയാള് ശരിയല്ല, ഇയാള് പെണ്ണ് പിടിക്കാൻ നടക്കാണോ, അങ്ങനെയാണ് ഈ പ്രാക്കൊണ്ടൊന്നും ഞാൻ വിടൂല. സോറി, ഞാൻ സിനിമയിലെ സീൻ ദിലീപേട്ടനെ നേരിട്ട് കണ്ടു, ഫേസ് ടു ഫേസ്. ദിലീപേട്ടനെ ഞാൻ സ്റ്റേജിൽ ദിലീപേട്ട ഇപ്പൊ ഗോപിക ഹൗസ് വൈഫായി അടിപൊളിയായി ജീവിക്കും, ദിലീപേട്ടൻ ജീവിക്കും. പിന്നെ എന്തുകൊണ്ട് ദാസേട്ടൻ കോഴിക്കോട് രേണുസുദ്ദീനെ അവിടെ ആൾക്കാർ വിവാദം? എന്തുകൊണ്ട്? ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ, കാണാൻ കോലല്ല അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ളത്. അങ്ങനെ പറയുന്നവരോട് എന്താണ് ദാസേട്ടന് പറയാനുള്ളത്? എനിക്കിപ്പം എന്താ പറയാ, അത് എനിക്ക് ഭയങ്കര വിഷമാണ്. ഒരു പല്ലി പോലെ, വെച്ച പോലെ ഒരു പെണ്ണ് അലാണ് പെണ്ണായതാണോ എന്താ വെച്ചാല് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമാണ്. പക്ഷെ എന്തിന് ആ സ്ത്രീനെ ഇത്ര രീതിയിൽ വിവാദങ്ങൾ പെടുത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ രേണുവിന് ഒരു ചെറിയ കുഴപ്പം എന്താ, രേണു പ്രതികരിക്കും നെഗറ്റീവ്. എന്റെ മോളെ ഒന്നും പറയണ്ട, അത്രയും വൃത്തികെട്ട കമന്റുകളാണ്. സഹികെട്ടു. ഞാൻ അത്ര എന്റെ അമ്മേനെ വരെ പറഞ്ഞു, ഇത്രയും വിഷമമുള്ള കാര്യമാണ്. ഞാൻ കേസ് കൊടുത്തു.